നടൻ അജ്മലിനെതിരെ വന്ന സെക്സ് ചാറ്റ് ആരോപണം അത് വ്യാജമെന്ന് പറയുകയാണ് നടൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിക്കും വോയിസിനും തൻ്റെ കരിയർ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. സപ്പോർട്ട് ചെയ്ത പിന്തുണച്ച എല്ലാ സോഷ്യൽ മീഡിയയിലെ ജനങ്ങളോടും നന്ദിയും സ്നേഹവും അജ്മൽ അറിയിച്ചു. സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ 2 ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് വിശദീകരണമായി? എന്തോ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ അജ്മൽ അമീറിന്റെ ഒരു സെക്സ് ചാറ്റ് ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. അതും പൂർണ്ണമായ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നില്ല, പല പല ഭാഗങ്ങളിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ടാണ് നിന്നത്. ഇത് വളരെ വേഗത്തിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി മാറുകയും നടൻ അജ്മൽ അമീറിന്റെ സെക്സ് ചാറ്റ് പുറത്തു വന്നു എന്നുള്ള രീതിയിൽ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം വന്ന പല കാര്യങ്ങളിലും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വിശദീകരണം ഉണ്ടായിരുന്നില്ല. നടൻ അജ്മൽ അമീർ കഴിഞ്ഞ 48 മണിക്കൂറായിട്ടൊന്നും പ്രതികരിച്ചതുമില്ല. ഇപ്പോഴാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അജ്മൽ ഒരു വീഡിയോയുമായി രംഗത്തെത്തുന്നത്. ആ ഓഡിയോ ചാറ്റ് തന്റേതല്ല എന്ന് തന്നെയാണ് അജ്മൽ പ്രസ്താവിക്കുകയും ചെയ്തത്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിക്കും ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള വോയിസ് കണ്ടന്റുകൾക്കും തന്റെ കരിയറിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ഇതൊരു ഗൂഢശ്രമമാണെന്നും തന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് മാത്രമാണ് ഈ ഓഡിയോ ക്ലിപ്പ് പരാമർശം എന്നതും ആണ് അജ്മൽ പറയുന്നത്. ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ നടൻ അജ്മൽ അമീർ ലൈംഗികപരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും ഈ പെൺകുട്ടിയെ മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്ത ക്ലിപ്പുകളാണ് വന്നത്. അതിനുശേഷം ഇത് ഇൻസ്റ്റഗ്രാം പേജായ എന്റെ കാസറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ ആദ്യമായി പുറം ലോകത്തെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ നടൻ അജ്മൽ അമീറിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ അജ്മൽ നൽകുന്നത്. അജ്മലിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇതൊരു AI ജനറേറ്റഡ് കണ്ടന്റ് ആണെന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ തന്റെ കൂടെ നിന്ന് എല്ലാ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും നന്ദിയുണ്ട് എന്നത് അജ്മൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമർശിച്ചവർക്ക് സമൂഹത്തെ നന്നാക്കാൻ ഇത്രയധികം പെടുകയാണവർ എന്നുള്ള കളിയാക്കലും അജ്മൽ അതിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത് AI ആണെന്നാണ് അജ്മൽ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അജ്മൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തു വരികയും ചെയ്യുമ്പോഴേക്കും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചധികം ഈ കഴിഞ്ഞ 48 മണിക്കൂറുകളായി വളരെയധികം ടോക്കായി നിൽക്കുന്ന ഈ ഒരു ക്ലിപ്പും കൂടിയാണ് അജ്മലിന്റേത്. അജ്മൽ മലയാളത്തിൽ നിന്ന് പ്രണയകാലം എന്ന സിനിമയിൽ നിന്ന് തുടങ്ങി മോഹൻലാലിന്റെ അനിയനായിട്ട് മാടമ്പി എന്ന സിനിമയിലൂടെ വന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയ് ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വിജയോടൊപ്പം ഒരു സുഹൃത്തായിട്ട് കൂടി അഭിനയിക്കുകയായിരുന്നു അജ്മൽ അമീർ. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും തമിഴ് ഓഡിയൻസിനും അജ്മൽ വളരെയധികം സുപരിചിതനാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടും വളരെ ഞെട്ടലോടും കൂടിയാണ് സിനിമാ പ്രേക്ഷകർ ഈ അജ്മലിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ആദ്യം പുറത്തു വന്നതിന് ശേഷം കണ്ടിരുന്നത്. അത് അപ്പോൾ തന്നെ വിശ്വസിക്കാനും കുറച്ചധികം പാടുപെട്ടിരുന്നു. എന്നാൽ അജ്മലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞത് ഇത് അവരുടെ പ്രൈവസിയാണ്, അത് അവരുടേതായ പേഴ്സണൽ ലൈഫിന്റെ കാര്യമായിട്ടുള്ള ബന്ധപ്പെട്ടത് മാത്രമാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് മുറിച്ചു കീറപ്പെടേണ്ട ആവശ്യമില്ല. വിവരങ്ങൾ നൽകിയത്. അജ്മൽ ആരോപണം നിഷേധിക്കുന്നു. കനത്ത മഴ